ഈ സസ്യ ഔഷധങ്ങളും സസ്യങ്ങളും ജന്തുക്കളുമെല്ലാം പൂഷാവായ സൂര്യനോട് ബന്ധപ്പെട്ടതുമാണ്. അത് പർജന്യനിൽ നിന്നുണ്ടാകുന്നു എന്നാണ് പ്രാചീന പഠനം. ഈ അന്തസ്ഥ ചോദന ചിലപ്പോഴെല്ലാം വാതകരൂപം കൈക്കൊണ്ട് അന്തരീക്ഷത്തെ പൊതിയും. ഭൂമിയിൽ നിന്ന് സൂര്യൻ ആദാനകാലങ്ങളിൽ വലിച്ചെടുക്കുന്ന ഈ മഹാസത്യത്തെ വിസർജകാലങ്ങളിൽ ഭൂമിയിലേക്ക് വിസർജിക്കും. അവ 1000 ജനുസുകൾക്ക് കാരണമാകും. ഓരോ തുള്ളി വെള്ളം വീഴുമ്പോഴും അവയിൽ സർജന പ്രക്രിയയുടെ ബീജമുണ്ടാവും, ബീജപിണ്ഡമുണ്ടാവും. അവ കടലിന് മുകളിൽ മത്സ്യങ്ങളായി പെയ്തിറങ്ങും. സ്വാമിജി, ജീവനുള്ള മത്സ്യമായിട്ടാണോ? ജീവനുള്ള മത്സ്യങ്ങളായി പെയ്തിറങ്ങും. വനങ്ങളിൽ ജന്തുക്കളായി പെയ്തിറങ്ങും. അപൂർവമായി സ്വയംഭുവായ മനുഷ്യനായും പെയ്തിറങ്ങും. സത്യത്തിൽ കടലിനകത്ത് കിടക്കുന്ന ഈ തെരഞ്ഞെടുത്ത മത്സ്യങ്ങൾ മാത്രം കടലിൽ നിന്ന് ടൊർണാഡോയിൽ തെറിച്ച് വീണു എന്ന് ശാസ്ത്രകാരൻ അന്ധവിശ്വാസം, അവൻ ഒരു പരീക്ഷണവും നടത്താതെ ഒരിടത്തിരുന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയമായി വിശ്വസിക്കുകയും മറ്റ് സാധ്യതകളെ മുഴുവൻ നിരാകരിച്ച് ശാസ്ത്രത്തിൻ്റെ കച്ചവട സാമ്രാജ്യങ്ങൾക്ക് സ്തുതിപാഠകരായി മാത്രം ജനതയെ കൊണ്ടുപോവുകയും ചെയ്യുന്ന സുഖലോലുപരായ ശാസ്ത്രകാരന്മാരോളം ലോകത്തെ നശിപ്പിച്ചിട്ടുള്ളവർ ഇന്നോളം ആരുമുണ്ടെന്ന് തോന്നുന്നില്ല. മനുഷ്യന് സ്വയം കാണാനും സ്വയം ചിന്തിക്കുവാനും സ്വയം സങ്കല്പിക്കുവാനും സ്വയം വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടാക്കുവാനും അവൻ കാണുന്ന ചുറ്റുപാടുകളിൽ അവൻ കണ്ടതെന്ന് അവൻ വ്യാഖ്യാനിക്കുവാനും ഇടയാകുന്നതിന് പകരം അവൻ കണ്ട കാര്യങ്ങളെ ഏതോ മണിമന്ദിരത്തിൽ നിന്ന് മറ്റൊരുത്തൻ വ്യാഖ്യാനിക്കേണ്ടി വരുന്നു എന്ന് വന്നാൽ അവൻ കണ്ടത് മത്സ്യം വീഴുന്നതാണ്. അതിനൊരു ഉത്തരം അവന് കണ്ടെത്താൻ കഴിയും, അവൻ ശ്രമിച്ചു നോക്കിയാൽ. ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് കോശങ്ങളെ വേർതിരിച്ച് ഏതോ ഒരു മനുഷ്യൻ ഒരു ജീവിയെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് അത്ഭുതമാണെന്ന് പത്രങ്ങൾ എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ ഈ അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതം കണ്ടെത്തിയ പ്രകൃതിയുടെ സ്വരൂപത്തെ നിഷേധിച്ചുകൊണ്ടുള്ള പഠനങ്ങൾക്കത് വഴിവെക്കുന്നു എന്ന് കണ്ട ആ പ്രകൃതി ശക്തി, ഇതാ നീ കടലിൽ മാത്രമല്ല കരയ്ക്കും മത്സ്യം കണ്ടോ എന്ന് അതിൻ്റെ അവബോധത്തിൽ തോന്നിയാൽ നിൻ്റെ ഈ ഗവേഷണങ്ങൾ അപകടകരമായ ഒന്നിലേക്കാണ് നിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ നയിക്കുന്നത്. അതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകൾ നിന്നെ മുഴുവൻ അപകടത്തിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരു നാളുകളാണ്. നീ ഇതിൻ്റെ സർജന പ്രക്രിയയുടെ രഹസ്യം പ്രകൃതിയുടേതാണെന്നറിഞ്ഞ് മര്യാദയ്ക്ക് മറ്റു പ്രകൃതി ജീവജാലങ്ങളോടൊപ്പം പരസ്പരം സഹായിച്ചും സഹകരിച്ചും മര്യാദയ്ക്ക് ജീവിക്ക്. അല്ലെങ്കിൽ ഈ അത്ഭുതമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ പ്രകൃതി ശക്തിക്ക് നിന്നെ ഉൾപ്പെടെ നശിപ്പിക്കുവാനും സമയം വേണ്ടതില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതായ ഒരു കവിത കലർന്നൊന്ന് വ്യാഖ്യാനിക്കൂ. വല്ലാത്തൊരു ആന്തരികമായ ഒരു പരിണാമം മനുഷ്യനുണ്ടാവും. അതെ സ്വാമിജി. അതിന് പകരം ഒരു ശാസ്ത്രകാരൻ, ഇത് ടൊർണാഡോയാണ്, വേറൊരു ശാസ്ത്രകാരൻ മത്സ്യം ഹെർമിറ്റേജിലേക്ക് പോയതാണ്, മത്സ്യം സമാധിയിരുന്നതാണ്. മേഘങ്ങൾക്കുള്ളിലാണ് സമാധിയിരുന്നത്. പക്ഷെ പ്രാചീനൻ പറയുന്നു പർജന്യാത് അന്നസംഭവ. പർജന്യ സൂക്തം എന്നൊരു സൂക്തം തന്നെയുണ്ട്. പണ്ടുപോലെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അണ്ടിയാണോ മൂത്തത് മാവാണോ മൂത്തത്? അണ്ടിയും മാവുമില്ലാതെ അണ്ടിയും മാങ്ങയും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന ഒരു ധാരണയിലായി ചോദ്യം. നമ്മുടെ ലോകത്തിൽ എന്തും ഏത് നിമിഷവും അതിൻ്റെ പൂഷാവായ സൂര്യൻ്റെയും ഊർജസ്രോതസ്സായ സൂര്യൻ്റെയും മേഘമാലകളുടെയും ഭൗമ സംഭവങ്ങളുടെയും ചേർച്ചയിൽ പ്രകൃതിക്കു തന്നെ അതിനനുകൂലമായ ഒരവസ്ഥാവിശേഷം ബാഹ്യമായി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിൽ ജീവബീജങ്ങൾ വീഴാൻ അധികം നേരം വേണ്ട.